ദേ അങ്ങ് ദൂരേന്ന് ചക്കയും പിടിച്ച് നടന്നു വരുന്നതാണ് എൻ്റെ അമ്മ. ഞങ്ങളവിടെ അടുത്ത വീട്ടിലൊരു ചക്ക പറിച്ചപ്പം എല്ലാവർക്കും നെയ്ബേഴ്സിനെല്ലാം പീസാക്കി കൊടുത്തു വിട്ടതാണ് ചക്ക. ഞങ്ങളവിടേക്കൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ ചക്ക പറിച്ചാൽ അടുത്ത എല്ലാവർക്കും കൊടുക്കും, പഴുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും. ഇതിപ്പോൾ പച്ചയായിരുന്നു കിട്ടിയത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുറിച്ച് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മ ചക്കയായിട്ട് അംഗം വെട്ടുന്നത് കണ്ടാൽ തന്നെ അറിയാം ചക്ക മുറിച്ച് ശീലമല്ലാന്ന്. അമ്മയ്ക്ക് തീരെ ആവുന്നില്ല മുറിക്കാൻ. സാധാരണ അച്ഛനാണ് മുറിച്ച് കൊടുക്കൽ. അച്ഛനിപ്പോൾ വയ്യാത്തത് കൊണ്ട് കൈ കൊണ്ട് മുറിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ പിന്നെ അമ്മ ട്രൈ ചെയ്തു, പക്ഷെ അമ്മയ്ക്ക് പറ്റുന്നില്ല. അടുത്തത് ഞാൻ മുറിക്കാമെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. ഞാനും കുറേ ചക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി അവസാനം എങ്ങനെയൊക്കെ ആക്കി മുറിക്കുന്നുണ്ട്. എന്തായാലും അമ്മേനേക്കാളും നല്ലോണം മുറിക്കാൻ പറ്റി. അതിൻ്റെ ഇടയ്ക്ക് ക്യാമറാമാൻ വന്ന് ക്യാമറ ഒക്കെ മാറ്റി. ഇസമോൾ ഫോൺ വെച്ചത് കണ്ട് അവിടെ വന്നിട്ട് അമ്മേനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിക്കുക. പിന്നെ ഇസമോളെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ഞങ്ങളിതാ ചക്ക ഒരാൾ വെട്ടി കൊടുക്കുന്നു, ബാക്കി അമ്മ നന്നാക്കി ചോളയെടുത്തിട്ടിട്ട് ഞങ്ങൾ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഇസമോൾ വന്ന് ഓരോന്ന് ചക്ക വെളിഞ്ഞില്ലേ, ചക്കപ്പശ, അതെടുത്ത് കയ്യിലാക്കി 2 ഭാഗത്തും എൻ്റെ ഫേസിലാക്കിയിട്ട് ചോദിക്കുക ഒട്ടുന്നുണ്ടോ എന്ന്. എന്നിട്ട് വന്ന് ക്യാമറ കവർ ചെയ്ത് അവിടെ നിന്ന്. പിന്നെ ഫോണിൽ ചക്ക വെളിഞ്ഞാവുന്നതുകൊണ്ട് ഞാൻ ഫോൺ എടുത്ത് മാറ്റി. പിന്നെ ഞങ്ങൾ ഓരോ നാട്ടുവർത്താനം കഥയെല്ലാം പറഞ്ഞ് ഇങ്ങനെ ചക്ക ഇറന്നെടുത്തിടുകയാണ്. ആദ്യം ഞാനൊന്നും ഈ ചക്കപ്പണിക്ക് കൂടാറേ ഇല്ല. സാധാരണ അച്ഛനും അമ്മയാണ് ചെയ്യൽ. അച്ഛൻ തന്നെയാണ് ഒറ്റയ്ക്ക് അധികം ചക്ക വെട്ടലും നന്നാക്കലും എല്ലാം അച്ഛനാണ്. പിന്നെയാണ് അച്ഛനൊരു കിഡ്നിക്ക് അസുഖം ബാധിച്ച് ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റായി. ഡയാലിസൊക്കെ തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ ജോലികളൊന്നും ചെയ്യാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കൈ കൊണ്ടൊക്കെ വെയിറ്റ് എടുക്കലും ഒരു ആക്കം കൊടുക്കലും ഒന്നും പറ്റാത്തതുകൊണ്ട് ഇപ്പം അമ്മ തന്നെ എല്ലാത്തിലേക്കും മുന്നിട്ട് ഇറങ്ങേണ്ടി വന്നതാണ്. ആദ്യമൊക്കെ ചക്ക നന്നാക്കാൻ അച്ഛനും അമ്മയും വിളിക്കുമ്പോൾ ഇല്ല കയ്യിൽ പശയാവുമെന്ന് പറഞ്ഞ് ഓടുന്ന ഞാനാ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നൊക്കെ ചക്ക നന്നാക്കി കൊടുക്കുന്നത്. എല്ലാം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം ചെയ്ത് തുടങ്ങി. ഇപ്പം ദാ ഇസമോൾ ക്യാമറ എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളെ ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. അമ്മ ചിരിക്കുക പറയുമ്പോൾ ഞാനൊന്ന് വിളിച്ചു കൊടുത്തു. അടുത്തത് അമ്മമ്മ ചിരിക്കാൻ പോകുന്നു, അമ്മമ്മേനോട് ചിരിക്കാൻ പറയും, അമ്മമ്മയെ വിളിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ കളിച്ചാലേ ഇസമോൾ അടങ്ങി നിൽക്കുകയുള്ളൂ. പിന്നെ കുറേ അവൾ ബോളൊക്കെ എടുത്ത് കളിക്കും, പിന്നെ അമ്മ വാ പറഞ്ഞ് കരയും. ചില സമയത്തൊരു മൂഡ് ഔട്ട് പോലെ. ഭാഗ്യത്തിന് അപ്പോഴേക്കും എൻ്റെ ഫ്രണ്ടും മക്കളും വന്ന് പിന്നെ അവരെ കൂടെയുള്ള കളിയായി. പിന്നെ ആ ചെറുതിനെ ഭയങ്കരമായിട്ട് വെറുപ്പിക്കലല്ല ഇസമോളെ രീതിക്ക് സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കാന്ന് പറയുമല്ലോ. ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായി ഇസമോൾക്ക്. വാവയാണെങ്കിൽ നടന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം കൈ പിടിച്ചിട്ട് വരാൻ വാവയ്ക്ക് പേടി. ഇസമോൾക്കാണെങ്കിൽ വാവനെ നടത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് കൊണ്ടുപോവുക. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ വറവിടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് കറിവേപ്പില ഞങ്ങൾ മുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്തു. പിന്നെ പുഴുക്ക് ഉണ്ടാക്കുന്ന ഫോട്ടോയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇസമോൾ പിന്നാലെ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തില്ല. അവസാനം പുഴുക്ക് റെഡിയായി കഴിച്ചു.